ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുൻകാല ഡിഗ്രി തല ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. PYQ സീരീസ് ആണ് പൊളിറ്റിയുടെ. ഇത് ഫസ്റ്റ് വീഡിയോ ആണ് അതിനകത്ത്. അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഡിഗ്രി തലത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു സീരീസിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യനും സമയമെടുത്ത് വായിച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസർ ഉള്ള ഭാഗത്തേക്ക് പോവുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇംപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി? സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? എ. റിഡക്ഷൻ ഓഫ് സാലറീസ് ആൻഡ് അലവൻസസ്, ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും ഉള്ള കുറവ്. ബി. ഫൈനാൻഷ്യൽ ബിൽസ് വിൽ ബി റിസർവ്ഡ് ഫോർ ദി കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ്, സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. സി. റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് ജഡ്ജസ്, ന്യായാധിപരുടെ ശമ്പളത്തിൽ ഉള്ള കുറവ്. ഡി. ഫിനാൻഷ്യൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളിലാണ് ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 360 ആണല്ലേ. ആർട്ടിക്കിൾ 360യിലാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്നുള്ള ടോപ്പിക് വരുന്നത്. അപ്പോൾ അതിനകത്ത് സാലറീസ് ആൻഡ് അലവൻസസ് റിഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ജഡ്ജസും ഉൾപ്പെടും. അപ്പോൾ ഈ 2 പോയിന്റും പോയി. പിന്നെ ഫിനാൻഷ്യൽ ബിൽസ് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ ഫിനാൻഷ്യൽ ഏരിയയിൽ നല്ല ടൈറ്റൻഡ് ആവും, നല്ല രീതിക്ക് ടൈറ്റൻഡ് ആവും. അപ്പോൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ റിസർവ് ചെയ്ത് വെക്കാന്ന് പറയുന്ന വൈബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. അതായത് ഇപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ. അബോളിഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്സിലെ ധനകാര്യമന്ത്രിയുടെ പദവിയൊന്നും പോസ്റ്റിനെയൊന്നും നമുക്ക് അബോളിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഫിനാൻഷ്യൽ എമർജൻസി യൂണിയനിൽ ഉണ്ടാവുന്ന സമയത്ത് യൂണിയൻ ആണ് സ്റ്റേറ്റിന്റെ എല്ലാ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ടേക്ക് ഓവർ ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ എല്ലാ ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങളും അത് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കും. പക്ഷെ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് അല്ലെ. അങ്ങനെയുള്ള പോസ്റ്റുകളെ ഒന്നും തന്നെ അബോളിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ അബോളിഷൻസ് ഒന്നും തന്നെ നടക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫിനാൻഷ്യൽ എമർജൻസിയുടെ ആക്ച്വൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? റിയൽ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാലറി ഡിഡക്ഷൻ ആണ്. പ്രസിഡന്റിന് ഇഷ്യൂ ചെയ്യാം, ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാം. ഏതൊരാളുടെയും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലോ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലോ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയിയുടെ സാലറി അല്ലെങ്കിൽ അലവൻസസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രസിഡന്റിന് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ സാലറീസും അലവൻസസും നടക്കും. അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടിന്റെ സാലറീസും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ജുഡീഷ്യൽ സാലറീസും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മണി ബില്ലുകൾ, എല്ലാ മണി ബില്ലുകളും ഫിനാൻഷ്യൽ ബില്ലുകളും പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ കഴിഞ്ഞേ മുന്നോട്ട് പോകാവൂ എന്ന് പ്രസിഡന്റിന് ആവശ്യപ്പെടാം കേട്ടോ. അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനെ ഏത് സ്റ്റേറ്റിനോടും പറയാം ഫിനാൻഷ്യൽ പ്രൊപ്പറേറ്ററി, അതായത് ചില ഡയറക്ഷൻസിൽ എങ്ങനെ ആ ഒരു സമയത്ത് സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മുന്നോട്ട് പോകാൻ ചില മാർഗനിർദ്ദേശങ്ങൾ യൂണിയൻ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് പറ്റും. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം? അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വൽ ഇംപ്ലിക്കേഷൻസ്. ഫിനാൻസ് മിനിസ്റ്റർ പോലെയുള്ള പോസ്റ്റ് ഒന്നും ഫിനാൻഷ്യൽ എമർജൻസീസിന് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഇംപ്ലിക്കേഷൻ അല്ല. അപ്പൊ ഇന്ത്യയില് ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇന്നേ വരെ ആർട്ടിക്കിൾ 360 പ്രൊക്ലെയിം ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രൊക്ലെയിം ചെയ്തിട്ട് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 326? ആർട്ടിക്കിൾ 326 അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആർട്ടിക്കിൾ 326 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിയുടെ അടിസ്ഥാന തത്വം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: എലക്ഷൻ ടു ദി ഹൗസ് ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് സഫറേജ്, മുതിർന്നവരുടെ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്:
ഇലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് സഫറേജ്. മുതിർന്നവരുടെ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇതിലേതാണ് 326 റിലേറ്റഡ് ആയിട്ടുള്ളത്? എന്താണ് ആർട്ടിക്കിൾ 326 പറയുന്നത്? എന്തിനെ കുറിച്ചുള്ളതാണ് ആർട്ടിക്കിൾ 326? വോട്ടവകാശത്തിനെ പറ്റിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 326. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കറക്റ്റ്. ഇനി അതിനകത്ത് ഹൗസ് ഓഫ് പീപ്പിളിനെ കുറിച്ചോ, അതായത് ലോക്സഭയെ കുറിച്ചോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ കുറിച്ചോ പ്രതിപാദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാത്തത്. ഒന്നാലോചിച്ച് നോക്കിയേ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇലക്ഷനെ കുറിച്ചും, ഇലക്ഷൻ മീനിങ് അതിനകത്ത് എങ്ങനെയാണ് അഡൽട്ട് സഫറേജ് വഴി ഉള്ള ഇലക്ഷൻ നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഏതൊരു 18 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരനും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് ഏതൊരു പൗരനായിരിക്കണം, ഏതൊരു പൗരനും 18 വയസ്സ് തികഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആദ്യം 18 വയസ്സായിരുന്നില്ല, അത് 21 വയസ്സായിരുന്നു. 61ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് 21 ആക്കിയത്. 61st അമെന്റ്മെന്റ് വഴി അഡൽട്ട് ഫ്രാഞ്ചൈസിനുള്ള ഏജ് 18 ആക്കി കുറച്ചു. Okay. Every citizen of India who is not less than 18 years of age has the right to vote. വേറെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹി ഓർ ഷീ ക്യാൻ വോട്ട്. പിന്നെ ഹൗസ് ഓഫ് പീപ്പിളിന്റെ ആ ഒരു പോയിന്റ് നോക്കിയേ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്സഭയാണ് അല്ലെ. അപ്പൊ ലോക്സഭയിലെ ഇലക്ഷൻ നടക്കുന്നത് ഈ ഒരു അഡൾട്ട് സഫറേജ് വഴിയാണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞുള്ള ഏതൊരു പൗരനും ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കാര്യത്തിലും ആർട്ടിക്കിൾ 326 പറയുന്നുണ്ട്, അഡൾട്ട് സഫറേജ് തന്നെയാണ്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരനും വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആർട്ടിക്കിൾ 326 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതുപോലെ അഡൽട്ട് സഫറേജിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 326. ഓർത്ത് വെച്ചേക്കുക, ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 326, ആർട്ടിക്കിൾ 326 326 ഇലക്ഷൻ, 326 ഇലക്ഷൻ അല്ലാട്ടോ, യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 326 മൂന്ന് നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇത് 3 വേർഡുള്ള ഒരു ഫ്രേസ് അല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 326 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അടുത്ത ചോദ്യം, സെലക്ട് ദ റൈറ്റ് ആൻസർ ഫ്രം ഗിവൺ ബിലോ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സംസ്ഥാന നയത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് DPSP എന്ന് പറയും, സംബന്ധിച്ച താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. DPSPs കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് DPSPസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റൈറ്റ് ആൻസർ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദിസ് ഐഡിയ വാസ് ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. 2. Some ideas are reflection of Gandhian principles. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. 3. It's a yardstick to measure the performance of government. സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. 4. It's subjected to amendment and also beyond judicial review. ഇത് ഭേദഗതിക്ക് വിധേയമാണ്, കൂടാതെ ജുഡീഷ്യൽ അവലോകനത്തിനും അതീതമാണ്. പറഞ്ഞ DPSPനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മൾ വെരി ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴാണ് ഐഡിയാസ് ബോറോഡ് ഫോർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും അല്ലെ. ഇതിനകത്ത് DPSP ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പാർലമെന്ററി സിസ്റ്റം എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ DPSP എവിടെ നിന്ന് എടുത്തത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല കേട്ടോ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല DPSP എടുത്തേക്കുന്ന, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. DPSP ഇസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ പോയി. ഇനി 3 ഓപ്ഷൻസേ ഉള്ളൂ.
സം ഐഡിയാസ് ആർ റിഫ്ലക്ഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഗാന്ധിയൻ നമ്മൾ DPSP ഡിവൈഡ് ചെയ്യുന്നത് തന്നെ 3 അതിനകത്ത് ഗാന്ധിയൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഇല്ലേ? ഗാന്ധിയൻ, ലിബറൽ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ 3 DPSP ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഡിവിഷൻ തന്നെയാണ് ഗാന്ധിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടി എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. B 2 and 3, അതുപോലെ D 2, 3 and 4 എന്നുള്ള ഓപ്ഷൻ. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോവാം. ആൻസർ B 2 and 3 ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് ബിക്കോസ് അത് ബിയോണ്ട് ജുഡീഷ്യൽ റിവ്യൂ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തെറ്റാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അവർ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തത്. ബട്ട് ലെറ്റ്സ് ടോക്ക്, നമുക്ക് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ മതി. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP ബോറോ ചെയ്തിട്ടുള്ളത്. അതുപോലെ DPSPയിൽ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ DPSPസിനെ ഡിവൈഡ് ചെയ്യും. ലിബറൽ, ഇന്റലക്ച്വൽ, ഗാന്ധിയൻ, അതുപോലെ സോഷ്യലിസ്റ്റ്. അപ്പൊ ഈ 3 ഗാന്ധിയൻ ഐഡിയൽസ് ഒരുപാടുണ്ട്. പ്രൊമോഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, കോട്ടേജ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് പ്രൊഹിബിറ്റ് ചെയ്യുക. അങ്ങനെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ തത്വങ്ങൾ ഒരുപാടുള്ള DPSPs ഉണ്ട്. ആർട്ടിക്കിൾ 43, 40, 47 ഒക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ പ്രൊമോട്ട് ചെയ്യുന്ന DPSPs ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസ് കഴിഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് അതൊരു അളവുകോലാണ്, ഗവൺമെന്റിന്റെ പെർഫോമൻസ് അളക്കാനുള്ള ഒരു അളവുകോലാണെന്നാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഒരു കൺട്രിയുടെ ഗവേണൻസിന് വളരെ ഫണ്ടമെന്റൽ ആണ്, അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ച് മാർക്കായിട്ട് പബ്ലിക്കിന് ഇവർ എത്രത്തോളം ഈ DPSPs നിലവിൽ കൊണ്ടുവരുന്നു, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു, ഇത് ഗവൺമെന്റ്സിന് മാൻഡേറ്ററി അല്ല ഈ DPSPs കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ ഇവർ എത്രത്തോളം ഇത് കൊണ്ടുവരുന്നോ അത്രത്തോളം നല്ലതാണ് പബ്ലിക്കിന്. അപ്പൊ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് മാറുന്നുണ്ട്. ഗവൺമെന്റിന്റെ പോളിസീസിന്റെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക്, ഒരു ടൂളായിട്ട് നമുക്ക് DPSPസിനെ ഉപയോഗിക്കാം. അതായത് ഗവൺമെന്റിന്റെ പോളിസീസിനോട് എത്രത്തോളം അലൈൻഡ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് DPSPs എന്ന് നോക്കാം. അതായത് നമ്മുടെ പോളിസീസ് ഒക്കെ തന്നെ DPSPസിനോട് ചേർന്ന് നിൽക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ ഒരു പെർഫോമൻസ് യാഡ്സ്റ്റിക് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം DPSPസിനെ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ 42nd അമെൻമെന്റിനകത്ത് നമ്മൾ 2-3 മറ്റോ ന്യൂ പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂവിന് ബിയോണ്ട് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ജുഡീഷ്യൽ റിവ്യൂവിന് എൻറ്റയർലി ബിയോണ്ട് അല്ല, നോൺ ജസ്റ്റീസിയബിൾ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ DPSP ലംഘിച്ചു അല്ലെങ്കിൽ DPSP നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്യൂ ചെയ്യാനായിട്ട് കോടതിയിൽ പോകാനൊന്നും സാധിക്കില്ല. നോൺ ജസ്റ്റീസിയബിൾ ആണ്. അതായത് സുപ്രീം കോർട്ട് കൂടുതൽ ഇവയെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ വെൽഫെയറിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് DPSPs. അപ്പൊ DPSPs ജുഡീഷ്യൽ റിവ്യൂവിന് ബിയോണ്ട് അല്ല, അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും DPSPയുടെയും ഒരു ബാലൻസിലാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിനെ ഓവർലാപ്പ് ചെയ്യാതെ ഒരു ബാലൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഇതാണ് 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്സ് വെയർ 73rd അമെൻമെന്റ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ നോർമലി. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 1 നാഗാലാൻഡ്, 2 മിസോറാം, 3 ജമ്മു ആൻഡ് കാശ്മീർ, 4 മേഘാലയ. ഇത് 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ 2025 ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റാറ്റസ് എന്താ? സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടോ ജമ്മു ആൻഡ് കാശ്മീരിന്? ഇല്ല, ഒരു UT ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം 73rd അമെൻമെന്റ് ആക്ട് വന്നൂടെ? ബാക്കിയുള്ള സ്റ്റേറ്റ്സ് നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ഈ 3 സ്റ്റേറ്റ്സും എന്താണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ ഓഫ് കോഴ്സ് ഉണ്ടാവും.
അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ 2025 ഇപ്പൊ എന്തായാലും UT ആണ്. UTസിന് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ആക്ട്സും എന്താ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിനെ മാത്രം നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓപ്ഷൻ ഏത് വരും? 1, 2 and 4. ഓപ്ഷൻ ബി 1, 2 and 4 ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബി 1, 2 and 4 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ 73rd അമെൻമെന്റ് ആക്ട് 1992ലാണ് പാസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഇറ്റ് ആഡഡ് പാർട്ട് 9 ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് പാർട്ട് 9 ആഡ് ചെയ്യപ്പെടുകയും അതുപോലെ ഷെഡ്യൂൾ 11. അപ്പൊ പാർട്ട് 9ഉം ഷെഡ്യൂൾ 11ഉം വരുന്നത് 73rd അമെൻമെന്റ് ആക്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ആക്ടില് ആർട്ടിക്കിൾ 243M ഇതിനകത്താണ് പറയുന്നത് ഏത്? കുറച്ച് ഏരിയാസ് ആർ എക്സെപ്റ്റഡ് ഫ്രം 73rd അമെൻമെന്റ് ആക്ട്. കുറച്ച് ഏരിയാസിലേക്ക് 73rd അമെൻമെന്റ് ആക്ട് അപ്ലൈ ചെയ്യില്ല. അപ്പൊ എന്താണ് 73rd അമെൻമെന്റ് ആക്ട്? അത് പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് 73rd അമെൻമെന്റ്. അപ്പോൾ ഇതിനകത്തെ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ ഈ 3 സ്റ്റേറ്റ്സിലാണ് 73rd അപ്ലിക്കബിൾ അല്ലാത്തത്. കാരണം അവർക്ക് എന്താ? കാരണം അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ട്രൈബൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് അവർക്കുണ്ട്. അവരെ പഞ്ചായത്ത് രാജിന്റെ കീഴിൽ കൊണ്ടുവന്നാൽ അവരുടെ തനതായിട്ടുള്ള ട്രൈബൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളെയും ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഹിസ്റ്റോറിക്കലി പണ്ട് 73rd അമെൻമെന്റ് ആക്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ആപ്ലിക്കബിൾ അല്ലായിരുന്നു. കാരണം ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ കുറെ പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2019 ആർട്ടിക്കിൾ 370 എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു അല്ലെ? ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വഴി ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോ ജമ്മു ആൻഡ് കാശ്മീരിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാത്രം മാറ്റി. അതിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കുറച്ചു. അപ്പൊ എന്തായി? ഈ 73rd അമെൻമെന്റ് ആക്ട് ജമ്മു ആൻഡ് കാശ്മീരിലും ആപ്ലിക്കബിൾ ആയി. പണ്ട് ആപ്ലിക്കബിൾ അല്ലായിരുന്നു, ബട്ട് നൗ ഇറ്റ്സ് ആപ്ലിക്കബിൾ. ക്ലിയർ അല്ലേ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who administers the oath of office to the president? പ്രസിഡന്റിന് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? എ പ്രൈം മിനിസ്റ്റർ, ബി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഡി ഗവർണർ. ആരാണ് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസിനാണോ? അല്ല, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. ഇൻ കേസ് ഇഫ് ഹി ഈസ് റിസൈനിങ്, റെസിഗ്നേഷൻ ലെറ്റർ അത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനായിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 60 പറയുന്ന എന്താണ്? പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കപ്പാസിറ്റി, പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഓഫീസിൽ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്, ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ല, അദ്ദേഹം ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആര് ചെയ്യുന്നത്? അപ്പോൾ ഉള്ള സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓത്ത് ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇല്ല, അദ്ദേഹം ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, പ്രസിഡന്റ് ആർക്കൊക്കെയാണ് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർക്കും വൈസ് പ്രസിഡന്റിനും ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements with regard to the Constituent Assembly. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. Statement 1. The idea of a Constituent Assembly was put forward for the first time by Jawaharlal Nehru. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 2. Total strength of assembly was 389. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 3rd, മഹാത്മാഗാന്ധി വാസ് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പൊ പ്രസ്താവനകൾ നോക്കിക്കേ. ആദ്യം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് പറഞ്ഞത്.
രണ്ടാമത്തത് 389 അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ പറയുന്നത് മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 അല്ലെ. മഹാത്മാഗാന്ധി ഒരിക്കലും എന്തായിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മഹാത്മാഗാന്ധി എന്നുള്ള പേര് പഠിക്കുന്നില്ല. അപ്പൊ മഹാത്മാഗാന്ധി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത് ക്ലിയർ അല്ലേ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കളഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ഒഴിവാക്കാം. പിന്നുള്ളത് എന്താ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണോ? അല്ല, ജവഹർലാൽ നെഹ്റു അല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് ഒഴിവാക്കി കളയാം, എയും സിയും ഒഴിവാക്കാം. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി ബി ഓൺലി 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓൺലി 2ലേക്ക് എത്താൻ കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പുട്ട് ഫോർവേഡ് ചെയ്ത ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം MN റോയ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന് പറയുന്നത് 1934. അങ്ങനെ 1935 ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഇത് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യുന്നു, ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന ആരാണ്? MN റോയ് ആണ് കേട്ടോ. MN റോയ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹമാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അതേ തുടർന്ന് തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഒഫീഷ്യലി ബ്രിട്ടീഷുകാരോട് ഡിമാൻഡ് ചെയ്യുന്നു. ഇതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം 389 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ സ്ട്രെങ്ത് 389 ആയിരുന്നു. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ഈ ഒരു ടോട്ടൽ സ്ട്രെങ്ത് ഫിക്സ് ചെയ്തത്. അണ്ടർ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ഈ ഒരു സ്ട്രെങ്ത് ഫിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിന് വേണ്ടിയിട്ടുള്ള, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്ക് വേണ്ടിയിട്ടാണ് 296 സീറ്റുകൾ ഉണ്ടായിരുന്നത്. 93 സീറ്റുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, രാജാക്കന്മാരുടെ കീഴിലുള്ള പ്രവിശ്യകൾക്കാണ് കൊടുത്തിരുന്നത്. എന്നാൽ പാർട്ടീഷൻ 1947 പാർട്ടീഷന് ശേഷം, വിഭജനത്തിന് ശേഷം ഈ 389 എന്നുള്ളത് 299 ആയിട്ട് കുറഞ്ഞു. കാരണം പാകിസ്ഥാനിൽ കൊടുത്ത ആ ഒരു പ്രവിശ്യകളിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ അവരുടെ വേറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് മാറി അവർ അങ്ങോട്ട് പോയി. അപ്പൊ ബാക്കി ഉണ്ടായിരുന്നവരെല്ലാരും കൂടി ബാക്കി 299 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ടോട്ടൽ സ്ട്രെങ്ത് ആഫ്റ്റർ പാർട്ടീഷൻ 299 ആണ്, ബിഫോർ പാർട്ടീഷൻ 389 ആണ്. മഹാത്മാഗാന്ധി ഓൾവേസ് സ്റ്റേഡ് അവേ ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is or are correct regarding the functions of political parties? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫങ്ഷൻസ് സംബന്ധിച്ച് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തേത് ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഫങ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഫങ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുക എന്ന ധർമ്മം. അപ്പൊ ഇതിനകത്ത് ഏതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫങ്ഷൻ ആയിട്ട് വരുന്നത്? പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാ പരിപാടിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ സോഷ്യലൈസേഷൻ ഉണ്ടല്ലോ, സോഷ്യലൈസേഷൻ ഇല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടീസ് വർക്ക് ആവുമോ? ഇല്ല. അപ്പൊ ഓഫ് കോഴ്സ് ഒന്നാമത്തെ ഉണ്ട്. പിന്നെ ഫങ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഇപ്പൊ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എന്താ പറയാ വിഭജനമൊക്കെയാണ് നടത്തുന്നെങ്കിലും പക്ഷെ നമുക്ക് അത് പറയാൻ പറ്റില്ല. ഇന്റഗ്രേഷൻ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഇന്റഗ്രേഷൻ അതിന്റെ ഫങ്ഷൻ തന്നെയാണ്. മൂന്നാമത്തത് ഫങ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അവരുടെ പേര് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നാണ്. അപ്പൊ അവര് പവറിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ പവർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതും അവരുടെ ഒരു ഫങ്ഷൻ തന്നെയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ, അതായത് ഒരുപാട് പാർട്ടീസ് എന്ത് ചെയ്യുന്നു, സിറ്റിസൺസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരുടെ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാനും അങ്ങനെ എല്ലാരെയും വോട്ട് ചെയ്യിപ്പിക്കാനും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷനിൽ വരുന്നതാണ്. പിന്നെ ഫങ്ഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ വരുന്നത് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കുക, പല വ്യൂസിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് പലതും ഇതിന് ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നതെങ്കിലും നമുക്കിപ്പോ ഇത് പഠിക്കാം. മൂന്നാമത്തത് ഫങ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഏതാ? ഇലക്ഷനിൽ നിൽക്കുക, വിജയിക്കുക, പവർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്നെണ്ണം പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫങ്ഷൻ തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഓർ ഈസ് ട്രൂ ടു ആന്റി ഡിഫെക്ഷൻ ലോ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്?
സ്റ്റേറ്റ്മെന്റ് 1 ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1985. 1985 ഭരണഘടനയിൽ ചേർത്തു. 2 52nd amendment, 52ാം ഭേദഗതി നിയമം. 3 ഇൻസേർട്ടഡ് ഇൻ ദ 10th ഷെഡ്യൂൾ, 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആന്റി ഡിഫെക്ഷൻ ലോ ആണ് കൂറുമാറ്റ നിരോധന നിയമം. ഇതിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി? എപ്പോഴാണ് ആഡ് ചെയ്തത് എന്നുള്ളതും ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നും ഏത് ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന 10th ഷെഡ്യൂൾ ആയിരിക്കണം കേട്ടോ. 10th ഷെഡ്യൂൾ, അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി. ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓൾ ഓഫ് ദി എബോവ് തന്നെയാണ് ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത്. അപ്പോൾ ആന്റി ഡിഫെക്ഷൻ ലോ പാർലമെന്റിൽ പാസ്സാവുന്നത് 1985 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് മുഖേനയാണ് ഈ ലോ എനാക്റ്റഡ് ആവുന്നത് കേട്ടോ. 1985 ആന്റി ഡിഫെക്ഷൻ ലോ പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്നത്. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് ഇതിന്റെ പിന്നിലുള്ള അമെന്റ്മെന്റ് എന്നും ഭേദഗതി എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ അമെന്റ്മെന്റ് പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു. ഏതാണ്? ഇത് 10th ഷെഡ്യൂൾ ആണ് കേട്ടോ. 10th ഷെഡ്യൂൾ. അപ്പൊ നമ്മൾ 11th ഷെഡ്യൂൾ ഏത് ലോ വഴിയായിരുന്നു, ആക്ട് വഴിയായിരുന്നു ആഡ് ചെയ്തത്? 73rd അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് എന്ത് ആഡ് ചെയ്തത്? 11th ഷെഡ്യൂൾ. അപ്പൊ 10th ഷെഡ്യൂൾ 52nd അമെന്റ്മെന്റ് ആക്ട് വഴി ആന്റി ഡിഫെക്ഷൻ ലോ ആഡ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് എങ്ങനെയൊക്കെ ഡിഫെക്ഷൻ കൂറ് മാറിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരം കൂറുമാറ്റത്തിന് നമുക്ക് ഒരാളെ ഒഴിവാക്കാം, ഡിസ്ക്വാളിഫൈ ചെയ്യാം. അയാൾ ഇലക്ഷനിൽ ജയിച്ചു വന്നു, എന്നിട്ട് അയാൾ എന്തൊക്കെയോ കുറച്ച് പരിപാടി കാണിച്ചു, അപ്പൊ നമുക്ക് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെ പരിപാടികൾ അയാൾ കാണിച്ചാൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്ന് എഴുതിയിരിക്കുന്ന അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലോ ആണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോ ഇത് ബേസിക്കലി വന്ന എന്തിനാന്ന് വെച്ചാല് ഒരാൾ ഒരു പാർട്ടിയിൽ നിന്ന് വിജയിച്ച് മുന്നോട്ട് വരുന്നു, അതിനുശേഷം അയാളുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്കനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, ആ പാർട്ടിയിൽ നിന്ന് മാറി വേറെ പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോ വന്നത്. ആന്റി ഡിഫെക്ഷൻ ലോ പാർലമെന്റിലും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും ആപ്ലിക്കബിൾ ആണ്. പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലീസിലും ആപ്ലിക്കബിൾ ആണ്. ഇനി എങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് അംഗത്വം നഷ്ടപ്പെടാം, കൂറുമാറ്റ നിരോധന നിയമത്തിന് കീഴിൽ എങ്ങനെയൊക്കെ ഒരു വ്യക്തി ഡിസ്ക്വാളിഫൈ ആവും എന്നും കൂടി നോക്കാം. ഒന്നാമത്തത്, അയാൾ പാർട്ടി മെമ്പർഷിപ്പ് വോളണ്ടിയർലി സ്വമേധയാൽ അദ്ദേഹം ഒഴിവാകുകയാണ് ആ പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരാള് വിജയിച്ച ശേഷം പറയാണ് ഞാൻ കോൺഗ്രസിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിസ്ക്വാളിഫൈഡ് ആവും. ഹി നോ ലോങ്ങർ ക്യാൻ ബി എ മെമ്പർ ഓഫ് ദി ഹൗസ്. രണ്ടാമത്തത്, വോട്ടിംഗ് ഓർ അബ്സ്റ്റൈനിങ് ഫ്രം വോട്ടിംഗ് അഗെയിൻസ്റ്റ് ദ പാർട്ടി വിപ്പ്. അതായത് പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടാവും അല്ലെ, ആ തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് പാർട്ടി വിപ്പ്. അതൊരു പൊസിഷൻ ആണ് ഓരോ പാർട്ടിയിൽ. അപ്പൊ ഈ പാർട്ടി വിപ്പ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഇപ്പൊ പാർട്ടി പറയാണ് എല്ലാവരും ചെന്ന് ഇന്ന കാര്യത്തിന് വോട്ട് ചെയ്യണം, അങ്ങനെ പാർട്ടി വിപ്പ് ഡയറക്ഷൻസ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ ഒരു വ്യക്തി ആ പാർട്ടിയിലെ ഒരു മെമ്പർ എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും. അതുപോലെ വോട്ട് എതിരായിട്ട് ചെയ്യുകയാണെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആവും. പിന്നെ മൂന്നാമത്തത്, അയാൾ ഒരു ഇൻഡിപെൻഡന്റ് എലക്റ്റഡ് മെമ്പറായി പിന്നീട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അദ്ദേഹം എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്ന ഒരാള് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല്, അതായത് ജയിച്ച ശേഷം ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അദ്ദേഹവും ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. പിന്നെ നാലാമത്തെ ഗ്രൗണ്ട് എന്താന്ന് വെച്ചാൽ, ഒരു നോമിനേറ്റഡ് ആയിട്ട് വന്ന മെമ്പർ, അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചു വന്നതല്ല, നോമിനേറ്റഡ് ആയിട്ട് വരികയാണ്. അപ്പൊ നോമിനേറ്റഡ് ആയിട്ട് വന്ന വ്യക്തി വന്ന 6 മാസത്തിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. 6 മാസമാണ്. ഇപ്പൊ ഈ നോമിനേറ്റഡ് ആയിട്ട് വന്ന മെമ്പറിന് ഈ ഒരു ലെജിസ്ലേറ്റർ, അതായത് MP MLA ഒക്കെ ആയ ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാർട്ടിയിൽ 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തിരിക്കണം. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് ഡിഫെക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ആന്റി ഡിഫെക്ഷൻ ലോ വഴി ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള ഗ്രൗണ്ട്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിങ് ആൻഡ് കമൻറ്റിങ്. പിന്നെ ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ബൈ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.